നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ? പനീറൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് നമുക്കിന്ന് തയ്യാറാക്കിയെടുക്കാം. വളരെ ഹെൽത്തിയായ അതുപോലെ നല്ല ടേസ്റ്റുള്ള പനീർ ഫ്രൈഡ് റൈസ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുക. ഇനി അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ലൈക്കോ ഷെയറോ ഒക്കെ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അത് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുവാനായി ഞാൻ ഇന്ന് 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് റൈസ് കൊണ്ട് ഒരുവിധം നന്നായിട്ട് കഴിക്കുന്ന ഒരു 2 പേർക്കുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ അരി നന്നായിട്ട് കഴുകി കുറച്ച് സമയം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. അരിയുടെ ഒരു പശയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അങ്ങനെ കുതിർത്ത് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. ഞാൻ ഇന്ന് അരി വേവിക്കുന്നത് കുക്കറിലല്ല, അതല്ലാതെ തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. ഇപ്പോൾ ഇത്ര അരിക്ക് ഇത്ര വെള്ളം എന്ന് പറയാൻ കാരണം ഓരോ അരിക്കും ഓരോ തരം വേവാണ്. അതുപോലെ ഉപയോഗിക്കുന്ന വെള്ളത്തിലും വ്യത്യാസം വരാം. എത്ര അളവ് വെള്ളം വേണമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, അതിൽ വ്യത്യാസമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് കൊഴിഞ്ഞു പോകരുത്. അതുപോലെ വേവിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിലേക്ക് തന്നെ കുറച്ച് ഉപ്പ് ചേർക്കണം. അതുപോലെ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കണം. എണ്ണയോ നെയ്യോ ചേർത്ത് കഴിഞ്ഞാൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുമ്പോൾ ആ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് മനസ്സിലായാൽ മതിയാകും. അപ്പോൾ ആ അരിയിലും കുറച്ച് ഉപ്പ് പിടിച്ച് കിട്ടും. ഈ ഫ്രൈഡ് റൈസിനുള്ള അരി വേവിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഏലക്കയും കറുകപ്പട്ടയും ഗ്രാമ്പും ഒക്കെ കൂടി അതിലേക്ക് ചേർത്തൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അരിക്ക് നല്ലൊരു മണവും അതുപോലെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇതൊക്കെ അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വെള്ളമൊഴിച്ച് അരി കൂടി ഇട്ട് വേവിച്ചെടുക്കാം. അതല്ലെങ്കിൽ വെള്ളമൊഴിച്ച് അരി വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താലും മതി. ഫ്രൈഡ് റൈസിനുള്ള അരി നമ്മൾ വേകാൻ വെച്ചിട്ടുണ്ട്. പട്ടയും ഗ്രാമ്പും ഒക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്, നെയ്യ് ചേർത്തിട്ടുണ്ട്, അതുപോലെ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം, ഒത്തിരി വെന്ത് പോകരുത്. ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള ചോറ് തയ്യാറായിട്ടുണ്ട്. ഇതങ്ങ് ഒത്തിരി വെന്ത് പോയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇത് കയ്യിലെടുത്തുനിന്ന് അമർത്തി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് മുറിഞ്ഞു വരണം, എന്നാലും അത് കുഴഞ്ഞു പോകാനും പാടില്ല. ഇപ്പോൾ ഇത് വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ടോ മറ്റോ ഒന്ന് നിരത്തിയിടണം. കാരണം ഇത് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലിരിക്കുന്ന ചോറ് ആ ചൂട് കാരണം വീണ്ടും ഒന്നുകൂടി വെന്തു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നല്ല വീതിയുള്ള ഒരു പ്ലേറ്റിലോട്ടോ മറ്റോ ചോറൊന്ന് നിരത്തിയിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ചോറ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്രൈഡ് റൈസിന് വേണ്ട പനീർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതുപോലെ എത്ര പനീർ ചേർക്കണമെന്ന് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കുറച്ച് കൂടുതൽ പനീർ ഫ്രൈഡ് റൈസിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പനീർ എടുക്കാം. ആദ്യം നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിത് പ്രത്യേകം വേവിക്കുന്നില്ല, ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഇത് ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർത്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഞാനിവിടെ അപ്പോൾ ആ ചേരുവയ്ക്ക് പകരം കുറച്ച് സോസാണ് എടുത്തിരിക്കുന്നത്. സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഷെസ്വാൻ സോസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ട്, പാകത്തിന് ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് അല്പം സോയാ സോസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പനീറിട്ട് ഇളക്കിയാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സോസ് ഒന്നും ഇല്ലെങ്കിൽ പകരം ഒരല്പം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി ഈ പനീറിലൊന്ന് ഇളക്കി പിടിപ്പിച്ചാൽ മതി. ഇതിൽ രണ്ടിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ സോസ് എടുക്കുന്നില്ലെങ്കിൽ പകരം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് പനീറിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരല്പം നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ പനീറിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിൻ്റെ എല്ലാ വശവും ഒരുവിധം നന്നായി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പനീറും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് ക്യാരറ്റ് ഉണ്ട്, അതുപോലെ ബീൻസ്, ക്യാപ്സിക്കം, പിന്നെ ഒരു സവാള. ഇത്രയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം, അതല്ല എങ്കിൽ ഗ്രീൻ പീസ് ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ അത് രണ്ടും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായും ചേർക്കേണ്ട ഒന്നാണ് സ്പ്രിംഗ് ഒനിയൻ. ഞാനിവിടെ കുറേ അന്വേഷിച്ചു, എനിക്കത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് സ്പ്രിംഗ് ഒനിയൻ ഉറപ്പായും അത് ചേർക്കണം. അത് നല്ലൊരു ടേസ്റ്റ് ഫ്രൈഡ് റൈസിന് നൽകും. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഫ്രൈഡ് റൈസിന് വേണം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പുതിനയില കുറച്ച് മാത്രം മതി. അതൊരു ചെറിയ ഒരു സ്മെല്ലും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയുള്ളത് മാത്രം എടുത്താൽ മതി. അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇത് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. നെയ്യ് നന്നായി ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് ഒരുവിധം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ബാക്കി പച്ചക്കറികൾ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് വേണം ഈ പച്ചക്കറിയൊക്കെ ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ കളറൊന്നും അങ്ങനെ ചേഞ്ച് ആവാൻ പാടില്ല. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. പനീറിൽ ഉപ്പുണ്ട്, അതുപോലെ നമ്മൾ അരി വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് സോയാ സോസും അതുപോലെ കുരുമുളക് പൊടിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചോറ് കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം അല്പം സോസും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കിയെടുക്കാം. സോയാ സോസ് ഒരല്പം ചേർത്താൽ മതി. കാരണം ഈ സോസ് കൂടി പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഫ്രൈഡ് റൈസിൽ മുന്തി നിൽക്കുക. അതുകൊണ്ട് ഒരല്പം സോസ് മാത്രം ഒഴിച്ചാൽ മതി. കുരുമുളക് ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുരുമുളക് കുറച്ച് അധികം ചേർക്കാം. എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ചേർക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പുതിനയിലയും മല്ലിയിലയുമാണ്. അതുകൂടി ചേർത്ത് കഴിയുമ്പോൾ ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പനീർ ഫ്രൈഡ് റൈസ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണിത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ അതിഥികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസ് കഴിക്കാൻ അങ്ങനെ കടയിലൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ നല്ല രുചിയോട് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം.